ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങളെല്ലാവരും കൂടി ഒരു ടൂറ് പോവുകയാണ്. മക്കളൊക്കെ ഒന്നിച്ചാണ്, സ്കൂളിൽ നിന്ന് കുട്ടികളായിട്ടാണ് പോകുന്നത്. അപ്പോൾ എവിടേക്കാണെന്നല്ലേ, കോഴിക്കോട് ആക്റ്റീവ് പ്ലാനറ്റ്. കോഴിക്കോട് നിന്നും കുറേ ലോങ് ഉണ്ട്. നമ്മൾ കണ്ണൂരൊക്കെ അടുത്തായിട്ട് വരും. ഞങ്ങൾ വിചാരിച്ച കോഴിക്കോട് അടുത്താണെന്ന്, പക്ഷെ അവിടുന്ന് കുറേ ദൂരമുണ്ട് കേട്ടോ. കുറേ ടൈം ബസ്സിലിരിക്കണം. അങ്ങനെ മക്കളൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ ഇരിക്കുകയാണ്, പോകാനുള്ള ത്രില്ലിലാണ്. അങ്ങനെ ബസ്സിലൊക്കെ എല്ലാവരും കയറി റെഡി ആയിട്ടുണ്ട്. നമ്മളെ ടീച്ചേഴ്സിൻ്റെ മക്കളെല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം എല്ലാവരും കൂടി പോവുകയാണ്. വണ്ടിയിൽ കയറിയപ്പോൾ മക്കൾക്ക് പാട്ട് വേണമെന്ന് പറഞ്ഞിട്ട് ബഹളം വെക്കുകയായിരുന്നു. അങ്ങനെ പാട്ടൊക്കെ ഇട്ട് കൊടുത്തു. എല്ലാവരും ഡാൻസൊക്കെ കളിച്ച് ആടി തിമിർത്ത് കൊണ്ട് തന്നെ ഞങ്ങൾ പോയത്. അങ്ങനെ എല്ലാവരും, ഞങ്ങൾ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു, പിന്നെ ട്രെയിനീസ് കുറച്ച് ടീച്ചേഴ്സ് വന്നിരുന്നു. അപ്പോൾ അവരും ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ ടൂറിന്. അപ്പോൾ എല്ലാവരും ഡാൻസൊക്കെ കളിച്ചിട്ടാണ് പോയത്. പിന്നെ ഞങ്ങളൊരു പകുതി സ്ഥലത്തിയപ്പോൾ മക്കൾക്ക് സ്നാക്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇറക്കിയിരുന്നു. അപ്പം അവിടുന്ന് വാഷ്റൂമിലൊക്കെ കയറി മക്കൾ സ്നാക്സൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ യാത്ര വീണ്ടും തുടർന്നത്. പിന്നെ അതിനുശേഷം സ്നാക്സൊക്കെ കഴിച്ചപ്പം പിന്നെ മക്കളാകെ ടയേർഡായി, കളിച്ചതൊക്കെ അല്ലേ. അപ്പം എല്ലാവരും കിടന്ന് ഉറങ്ങാനുള്ള കുട്ടികളൊക്കെ ഉറങ്ങി. രാവിലെ നേരത്തെ എഴുന്നേറ്റാണ്, കാരണം നമ്മൾ 8 മണിക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് മക്കളൊക്കെ നേരത്തെ എഴുന്നേറ്റതാവൂലേ. അപ്പോൾ എല്ലാവരും ഉറങ്ങി, അധികം കുട്ടികൾ ഉറങ്ങിയിരിക്കണം സ്നാക്സ് കഴിച്ചതിന് ശേഷം. അങ്ങനെ പിന്നെ ഞങ്ങളൊരു 12:30 ഒക്കെ ആയപ്പോഴാണ് ആക്റ്റീവ് പ്ലാനറ്റിലെത്തി. ബസ്സിലിരുന്ന് എല്ലാവരും ടയേർഡായി എന്ന് പറയാം. ബസ് ഇറങ്ങിയിട്ട് കുറച്ചൊന്നും ഇങ്ങോട്ട് നടക്കണം. അപ്പോൾ എല്ലാവരും നടന്ന് ഞങ്ങൾ പോയിന്റിലെത്തി. ആക്റ്റീവ് പ്ലാനറ്റിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. അങ്ങനെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ടിക്കറ്റ് നമ്മൾ സ്കൂളിൽ നിന്ന് വന്നതുകൊണ്ട് 450 ശരിക്കും 500 പറഞ്ഞത്. അപ്പോൾ കുട്ടികളൊക്കെ എല്ലാവരും സ്കൂളിൽ നിന്ന് ബേസായി പോകുന്നതുകൊണ്ട് 450 ഒരാൾക്ക് എടുത്തിട്ടുള്ളത്. അങ്ങനെ പിന്നെ നമ്മൾ ഫസ്റ്റ് കയറിയത് ഒരു റൈഡിലാണ്. ഈ റൈഡ് കുഴപ്പമില്ല, നമ്മൾ ബാക്ക് പെയിനൊക്കെ ഉള്ളവർ കയറാതിരിക്കണം ഏറ്റവും നല്ലത്. കാരണം മറ്റേ നമ്മൾ കുതിരപ്പുറത്തൊക്കെ കയറുന്ന പോലെയാണ്, എടുത്തിടണ ഒരു ഫീലായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ ഇറങ്ങുമ്പോഴുള്ള എക്സ്പീരിയൻസ് എന്താണെന്ന് ചോദിക്കുകയാണ് ജന്നത്ത് മാഡം. കുഴപ്പമില്ലായിരുന്നു, പക്ഷേ ഇറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ ചോദിച്ചാൽ കുഴപ്പമില്ലല്ലോ. അതിലിരിക്കുമ്പോഴുള്ള എക്സ്പീരിയൻസ് സംഭവം തന്നെയായിരുന്നു. കുഴപ്പമില്ല, എന്നാലും ഒരു രസമുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ മക്കൾക്ക് ഒരു JCBൻ്റെ ഒരു റൈഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് കുട്ടികളെ കയറ്റി. അതിനുശേഷം ഫുഡ് കഴിക്കാൻ വേണ്ടി നിന്നു, കാരണം ഇനി കുറച്ച് കഴിഞ്ഞാൽ നല്ല തിരക്കാവുമോ എന്ന് വിചാരിച്ചിട്ട് വേഗം തന്നെ ഫുഡ് കഴിക്കും. കാരണം 12:30 കഴിഞ്ഞിക്കണ്, ഞങ്ങൾ 1 മണി ആയിക്കണ് ഫുഡ് കഴിക്കാൻ വേണ്ടി നിന്നപ്പം. അപ്പം ഇനി ഇത് കഴിഞ്ഞിട്ട് അടുത്ത റൈഡിൽ കയറാമെന്ന് പറഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഇതിപ്പോൾ ടൂറിൻ്റെ സീസൺ അല്ലാത്തത് കാരണം അധികം തിരക്കൊന്നുമില്ലായിരുന്നു. നല്ല ശാന്തമായൊരു അന്തരീക്ഷം. മക്കളായിട്ടൊക്കെ പോവാൻ നല്ല ഒരു അന്തരീക്ഷം തന്നെയായിരുന്നു, കാരണം അധികം തിരക്കും ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ട് ഇരിക്കുകയാണ്. ബിരിയാണി ആയിരുന്നു കേട്ടോ. ബിരിയാണി കുഴപ്പമൊന്നുമില്ലായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മക്കളൊക്കെ ഫുള്ള് കഴിച്ച്, കാരണം കഴിച്ച് കഴിഞ്ഞാലേ അടുത്ത റൈഡിൽ കയറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഫിനിഷ് ചെയ്തിട്ട് തന്നെയാണ് എഴുന്നേറ്റത്. മക്കൾക്ക് ഇങ്ങനെ കളിക്കാനുള്ള ഇൻട്രസ്റ്റിലാണ് എല്ലാവരും. അപ്പോൾ ഫുഡ് വേഗം കിട്ടിയിട്ട് വേണം, കഴിച്ചിട്ട് വേണം കളിക്കാൻ പോവാന്നുള്ള ഒരു ടെൻഡൻസിയിലാണ് അവർ. അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാവരും അവരുടെ കൂടെ തന്നെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് അപ്പം തന്നെ നമ്മൾ അടുത്ത റൈഡിലോട്ട് കിടക്കുകയാണ്. റൈഡ് കുഴപ്പമൊന്നുമില്ല, നമ്മൾ വലിയ ആൾക്കാർക്കും കയറാൻ പറ്റിയ റൈഡൊക്കെ തന്നെയായിരുന്നു എല്ലതും. മക്കൾക്ക് മാത്രമായിട്ട് കയറാൻ അങ്ങനത്തെ റൈഡും ഉണ്ട്, എന്നാൽ വലിയ ആൾക്കാർക്ക് കയറാൻ പറ്റിയ റൈഡും ഉണ്ട് കേട്ടോ. നമ്മൾ ആ കയറുമ്പോഴുള്ള എൻട്രൻസ് ഫീ ഫുഡിൻ്റെ ക്യാഷും കൂടെ കൊടുത്താൽ പിന്നെ ഓരോ റൈഡിൽ കയറുന്നതിനൊന്നും ക്യാഷ് കൊടുക്കേണ്ട ആവശ്യമില്ല.
എല്ലാത്തിലും കയറാം. കുറേ റൈഡ് ഉണ്ട് കേട്ടോ. വെള്ളത്തിൻ്റെ പരിപാടി അങ്ങനത്തെ ഒന്നുമില്ലായിരുന്നു. ഫുള്ള് റൈഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ആക്റ്റീവ് പ്ലാനറ്റിൽ. ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് എന്ന് പറഞ്ഞാൽ ഭയങ്കര മക്കൾക്ക് ഇതിൻ്റെ മേലെ കയറിയപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഭയങ്കരമായിട്ട് ഇതിലാ കയറേണ്ടി എന്നുള്ള ഒരു വെപ്രാളത്തിലൊക്കെ ആയിരുന്നു. ഈ കാണുന്ന റൈഡിൽ കുട്ടികൾക്ക് കയറാൻ പറ്റില്ല എന്നാണ്. പക്ഷെ ഇത് അധികം സുഖം ഉണ്ടായിരുന്നില്ല, കയറ് പിടിച്ചിങ്ങനെ കയറുമായിരുന്നു. അപ്പം മക്കളെ താഴെ നിർത്തി വലിയ ടീച്ചേഴ്സൊക്കെയാണ് കയറിയത്. പിന്നെ ഈ കാണുന്ന ഈ ഗുഹൻ്റെ മാതിരി കമ്പി വെച്ചിട്ടുള്ള നല്ല സേഫ്റ്റിയാണ് കേട്ടോ. എല്ലാ റൈഡായാലും നല്ല സേഫ്റ്റിയാണ് മക്കൾക്ക്. അങ്ങനെ ആ കമ്പിൻ്റെ ഉള്ളിൽ കൂടെ കയറിയിട്ട് പിന്നെ ഈ ഒരു ഗുഹൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങോട്ട് പുറത്തേക്ക് ചാടലാണ്. പിന്നെ അതേ കമ്പിൻ്റെ ഉള്ളിൽ കയറി വേറൊരു എൻട്രൻസിലും ചെന്ന് ഇറങ്ങാൻ പറ്റും. അങ്ങനെ പിന്നെ വേറെ ഒരു റൈഡ്, ഇതിലും വലിയ ആൾക്കാർക്കൊക്കെ കയറാൻ പറ്റിയ റൈഡ് തന്നെയായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും ടീച്ചേഴ്സ് എല്ലാവരും കൂടി ഇരുന്നൊരു ഫോട്ടോ ഒക്കെ എടുക്കുകയാണ്. മക്കളവിടെ കളിക്കണോണ്ട് ഞങ്ങളിവിടെ എല്ലാവരും ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിരുന്ന്. മക്കളെല്ലാവരും ഒന്നിച്ച് കിട്ടിയില്ല ഫോട്ടോ എടുക്കാൻ, അത് കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആ റൈഡ് കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ടേക്ക് നടന്നു കഴിഞ്ഞാൽ വേറെ ഒരു റൈഡ് ഉണ്ട്. അതും ഈ കമ്പിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ കയറി വേറെ എൻട്രൻസിൽ കുറേ കയറി പോകാനൊക്കെ ഉണ്ട്. ചില മക്കൾക്ക് പേടിയുണ്ട് കയറാൻ. പേടി ഉണ്ടെങ്കിലും ബാക്കിയുള്ളവർ കയറുന്നത് കണ്ടിട്ട് ഈ പേടിയുള്ള മക്കളും കയറി നോക്കുന്നുണ്ട്. ആരും കയറാതെ ഇരുന്നിട്ടില്ല, ആരും പേടിച്ച് ഇരുന്നിട്ടില്ല. എല്ലാ മക്കളും എല്ലാ റൈഡിലും കയറിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഒരു ലൈവ് ഷോ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാണാൻ വേണ്ടി എല്ലാവരും പോയി. അവിടെ ഇരിക്കാനൊക്കെ സ്പേസൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഗേൾ ഇതേപോലെ റിങ് വെച്ചിട്ടുള്ള കളിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വേറെ ഒരു നല്ല രസമുള്ള ഒരു ആഫ്രിക്കക്കാരെ കളിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കത്തിൻ്റെ മേലെ വെച്ചിട്ട് ഇരിക്കുന്നത് കണ്ടപ്പം ഒരു പേടി ഉണ്ടായിരുന്നെങ്കിലും കാണാൻ രസമുണ്ടായിരുന്നു കേട്ടോ. കണ്ടപ്പോൾ ഒരു പേടി. ലൈവായിട്ട് കാണുമ്പോൾ നമ്മളിങ്ങനെ ടി വിയിലൊക്കെ കാണുമ്പോൾ പോലെ അല്ലല്ലോ, ലൈവായിട്ട് കാണുമ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഒരു ആഫ്രിക്കക്കാർ ഉള്ള അവർ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ നമ്മളെ മക്കളെ സ്കൂളത്തെ ഒരു കുട്ടീനൊക്കെ വിളിച്ച് വേറെ ഒരു സ്പെഷ്യൽ സ്കൂളത്തെ കുട്ടികളൊക്കെ വിളിച്ചിട്ട് അവർ പ്രാക്ടീസൊക്കെ ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ലൈറ്റ് സെറ്റിംഗ് ഒക്കെ വെച്ചിട്ട് ഒരു ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. രസമുണ്ടായിരുന്നു ലൈവ് ഷോ കാണാൻ. ഇവരെ ഡാൻസും അതിൻ്റെ കൂടെയുള്ള മ്യൂസിക്കും കൂടി കേട്ടിട്ട് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ആ മ്യൂസിക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം കോപ്പിറൈറ്റ് കാരണം കാണിക്കുന്നുണ്ട്. അപ്പം എനിക്ക് ആ മ്യൂസിക് ഇടാൻ പറ്റുന്നില്ല. അങ്ങനെ ലൈവ് ഷോ ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ നേരെ വന്നത് അടുത്ത റൈഡിലോട്ടാണ്. അപ്പം ഇത് കുറച്ച് ഹെവി റൈഡ്സൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൽ വലിയ ആൾക്കാർക്കൊക്കെ കയറാൻ പറ്റിയ റൈഡൊക്കെ ആയിരുന്നു. അപ്പം ആദ്യം മക്കളെ കയറ്റി, അതിനുശേഷം പിന്നെ ഞങ്ങളൊക്കെ ഇതിൽ കയറിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളൊരു 6 മണിക്കാണ് ഇവിടുന്ന് ഇറങ്ങാൻ നിൽക്കുന്നത്. ഇവിടെ ക്ലോസ് ചെയ്യുന്നത് 9 മണിക്കാണ്. ഈ രാത്രി ടൈമിൽ കാണാനാണ് നല്ല രസം. ലൈറ്റ് സെറ്റിംഗ് ഒക്കെ ഇട്ടിട്ട് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ലൈറ്റ് ഓൺ ആക്കിയപ്പോഴേക്കും ഞങ്ങൾ അവിടുന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. കാരണം തിരൂരെത്തുമ്പോഴേക്കും ലേറ്റ് ആവും എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പെട്ടെന്ന് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി കുറച്ച് ലോങ് വന്നതിന് ശേഷം ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. കാരണം പെട്ടെന്ന് ഫുഡ് കൊടുക്കണം. എല്ലാവരും കഴിച്ചാകെ ടയേർഡായതല്ല, അപ്പം വേഗം ഫുഡ് കൊടുത്തിട്ടില്ല, അവർ ഉറങ്ങിപ്പോവും. അപ്പം ഇവിടെ കയറി ഫുഡ് കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്.
പൊറോട്ടയും സാലനയും ചിക്കൻ ഫ്രൈയും ആയിരുന്നു. അപ്പം എല്ലാവരും ഫ്രഷായിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇവർ കഴിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ കഴിച്ചത്, കാരണം സ്ഥലം ഉണ്ടായിരുന്നില്ല. അപ്പം പിന്നെ താഴേക്ക് പോകണം. അപ്പം ഞങ്ങൾ മുകളിലാണ് എടുത്ത എ സിയിലായിരുന്നു. അപ്പം താഴേക്ക് ഞങ്ങൾ മാത്രമായിട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവർക്ക് ആദ്യം ഫുഡ് കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന്, അപ്പം അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്തത്. യാത്ര സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പിന്നെ എല്ലാവരും കിടന്നുറങ്ങി, നല്ല കിടന്നുറങ്ങിക്കണ്. നമ്മൾ തിരൂരെത്തിയത് ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ട്. അതിനിടയിൽ പാരൻസ് വിളിച്ചിട്ട് ഇവിടെ ഇന്ന സ്ഥലത്ത് ഇറക്കണം എന്ന് പറഞ്ഞവർ എല്ലാവരെയും അതാത് സ്ഥലത്ത് ഇറക്കി കൊടുത്തിട്ടാണ് പിന്നെ നമ്മൾ തിരൂരിലെത്തിയത്. അപ്പം ഒരു 11 മണി, കറക്റ്റ് 11 മണിക്ക് തന്നെ നമ്മൾ ആലത്തിയൂർ ഫെഡറൽ ബാങ്കിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ ലോങ് വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ. ബൈ.